വഴക്ക് പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ. എനിക്കത് പുതുമയൊന്നും അല്ലല്ലോ. ഒരാൾ വേദനിച്ച് കരയുമ്പോ അത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതിപ്പോ ആരായാലും. പറയുന്ന കേക്ക് വെറുതെ വഴി കൊടുത്ത് അടി വാങ്ങിക്കാൻ നിൽക്കണ്ട. അടി കിട്ടിയാ അത് തടയാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഞാനേ പോയി അമ്മയ്ക്ക് കിഴി കൂട്ടിയിട്ട് വരാം. സച്ചേട്ട വേണമെങ്കിൽ അച്ഛനടുത്തേക്ക് ചെല്ല്. പോട്ടെ. അമ്മേ. എന്റെ അമ്മേന്ന് എന്താണ് നിനക്ക് വേണ്ടേ? അല്ല, വേദന കുറവുണ്ടോ? കുറഞ്ഞെങ്കിൽ പിന്നെ എന്നെ ഒഴിച്ചെന്നെ വീഴ്ത്താനാണോ? അയ്യോ, ഞാൻ അമ്മ വീഴ്ത്തിയിട്ടൊന്നുമില്ല. അമ്മ താനെ വീണതാ. അഭിനയിക്കാതടി. എന്തിനാ നീ ഇപ്പൊ വന്നേ? അത് ചൂട് പിടിച്ച കാലിന്റെ വേദന കുറയും. അമ്മ കാലിങ്ങോട്ട് നീട്ടി വെക്കുകയാണെങ്കിൽ ഞാൻ ചൂട് വെച്ചുതരാം. എന്നെ കൊല്ലാൻ നോക്കിയിട്ട് കിഴിയും കൊണ്ട് വന്നിരിക്കാം. മറ്റുള്ളവർക്ക് മുന്നിൽ നല്ല വെള്ള ചമയനല്ലേ, അതിനാ നീ ഇതും കൊണ്ട് വന്നിരിക്കുന്നത്. അല്ലാതെ എന്റെ വേദന മാറ്റാനൊന്നും അല്ല. എന്റെ അമ്മേ, അമ്മയ്ക്ക് ഒരു ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ ഇതും കൊണ്ട് വന്നത്. ഞാൻ ഇതിവിടെ വെച്ചേക്കാം. ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് ചൂട് പിടിച്ചോ അമ്മ. നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. ചൂട് കുറഞ്ഞല്ലോ. ഇനി അവളെ വിളിച്ച് അവള് കളിയാക്കും. അടുക്കളയിൽ ചെന്ന് ചൂടാക്കിയിട്ട് വരാം. എന്താടി അവിടെ വലിഞ്ഞേറി എന്താ നോക്കുന്നത്? കുറച്ച് കൂവപ്പൊടി ഞാൻ ഇവിടെ ഡബ്ബയിലാക്കി വെച്ചിരുന്നേ. ഇപ്പൊ അത് കാണുന്നില്ല. വെച്ചെടുത്ത് നോക്കിയാലല്ലേ കാണും. അതിന് മനസ്സ് ഇവിടെ ഒന്നും അല്ലല്ലോ, വേറെ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കാണും. എവിടെ പോയി? ഓ, എന്റെ കാല് വേദനിക്കുന്നു. എന്റെ കാല്. അതിവിടെ ഒന്നും കാണുന്നില്ല അമ്മ. ഉള്ളിലേക്ക് തലയിട്ട് നോക്കണി. കണ്ടമ്മേ. ഓഫറിന്റെ കാര്യം ഓർത്തൊന്നും താങ്കൾ വിഷമിക്കേണ്ട കാര്യമില്ല. എന്റെ ഷോപ്പിൽ എന്താ എന്താ സുധി? വിശാജോ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോ. വിശാജോ, എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല നിങ്ങക്ക്? ആരാ? അമ്മ. അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മേ? എന്ത് പറ്റി അമ്മേ? അമ്മേ, ഞാൻ മോളൊരു ഹൊറർ സിനിമ കാണായിരുന്നു. അതാ പെട്ടെന്ന് കണ്ടപ്പോ പേടിച്ചു പോയത്. അല്ല, എന്താ എന്റെ പറ്റിയേ? ഇവിടെ കരുതിക്കുട്ടി എന്റെ തലയിലിട്ടതാ. അയ്യോ അമ്മേ, ഞാൻ കരുതിക്കൂട്ടി തള്ളിയിട്ടൊന്നുമല്ല. ഞാൻ വീഴാൻ പോയത് അമ്മ കണ്ടതല്ലേ. സച്ചേട്ട് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ താഴെ വീഴാനെ. നീ കരുതിക്കുട്ടി തലയിലിട്ട് തന്നെയാ. കുറച്ചു എണ്ണ ഒഴിച്ച് എന്നെ വീഴ്ത്തി. ഞാൻ കുളിച്ചിട്ട് വന്നപ്പോ എന്റെ തലയിൽ മൈദമാവിട്ട് എന്നെ ഈ കോലത്തിലാക്കി. ഇത് നിങ്ങളുടെ തല വീഴുമ്പോ ഇവിടെ എന്റെ കയ്യിലല്ലായിരുന്നോ? പിന്നെ കരുതിക്കുട്ടി എന്ന് പറയുന്നത്? ഞാൻ സ്റ്റൂളിൽ ഇറങ്ങാൻ വേണ്ടി നോക്കിയപ്പോ കാല് തെന്നിപ്പോയതാ. അങ്ങനെയല്ലേ ഞാൻ വീഴാൻ പോയത്. അതിന് നിന്റെ ഭർത്താവ് നിന്നെ പിടിച്ചില്ലേ? കൂടെ എന്റെ തലയിൽ പൊടി വാരിയിട്ട് എന്നെ ഈ കോലത്തിലാക്കി. അല്ലെങ്കിൽ നിന്റെ ഭാര്യ വീഴ്ത്തലല്ലോ എന്റെ പണി. കൊരങ്ങിനെ പോലെ അവിടെ എവിടെയൊക്കെ വലിഞ്ഞു കയറിയിട്ട് എന്നിട്ടിപ്പോ എനിക്കാ കുറ്റം. അല്ല, രേവതി എന്തിനാ ഇപ്പൊ മേളിൽ കയറിയത്? കൂവപ്പൊടി എടുക്കാൻ. അതെവിടെയെങ്കിലും കാണുന്നില്ലായിരുന്നു. ഓ നിന്റെ കൈ തട്ടിയായിരിക്കും അതൊക്കെ വീണത്. പാവ എന്റെ അമ്മ. എങ്ങനെയായിരുന്നു എന്റെ അമ്മയാ? ഇപ്പൊ എന്റെ അമ്മയെ പ്രേതം പോലെ ആക്കി അവർക്ക് സമാധാനമല്ലോ. അല്ല, പ്രേതത്തെ പോലെ അമ്മേ. പട്ടായോ? ആന്റി ഹോളി ആഘോഷിച്ചതുപോലെ ഉണ്ട്. ഒരു മിനിറ്റ് ഇവിടെ നിൽക്കണേ. അനങ്ങല്ലേ അനങ്ങല്ലേ. ആന്റി ഇങ്ങോട്ട് നോക്കി ഒന്ന് ചിരിച്ചേ. എന്താടി കാണിക്കുന്നേ? ഫോട്ടോ എടുക്കാൻ ആന്റി ഒന്ന് ചിരിച്ചേ. ഒരു ഫോട്ടോ. ഞാനേ ഒരു സെൽഫി എടുക്കട്ടെ. വേണ്ട പക്ഷെ. അല്ല, ഈ ഫോട്ടോ ഞാനിപ്പോ സ്റ്റാറ്റസ് ആക്കി ഇടും. വേണ്ട. ഓപ്ഷൻ എന്താ കൊടുക്കേണ്ട? മൈദാമാവേട്ടാ. ഇത് മൂന്നാമത്തെ കുളിയാ. ഇനിയും കുളിച്ചാ ഞാൻ ജലദോഷം പനി വന്ന് കിടപ്പിലാവും. ആന്റി, അല്ല ആന്റി വീണ്ടും ഡ്രസ് മാറിയോ? ഇല്ല, ഞാനെന്താ മൈദമാവും മഞ്ഞപ്പൊടിയൊക്കെ പറ്റി സാരി തന്നെ എടുത്തു കൊടുക്കാം. ആന്റി, ആ വർഷ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടായിരുന്നോ? ഞാനൊന്നും കണ്ടിട്ടില്ല. ദേ നോക്ക്, ഇത് വർഷയുടെ ഫോണിലെ സ്റ്റാറ്റസാ. എന്റെ ഈ ഫോട്ടോ സ്റ്റാറ്റസ് ആക്കുന്നു അവളെ ചുമ്മാ പറഞ്ഞാണെന്ന് ഞാൻ കരുതി. ആ ഫോട്ടോയുടെ അടിയിൽ എഴുതിയിരിക്കുന്ന ആന്റി കണ്ടല്ലോ. ഇതാ, ഇത് എന്റെ ആന്റി മൈദാമാവ് ചന്ദ്രമതി. ഇവർക്ക് ഇന്നാണ് ഹോളി. ഇതിപ്പോ എത്ര ആൾക്കാർ കണ്ടാണോ ആന്റി? വർഷയുടെ അച്ഛനും അമ്മയൊക്കെ കണ്ടാ ആന്റിയെ കുറിച്ച് അവർ എന്ത് കരുതും? ആന്റി ഒരു ജോക്കറാണെന്ന് കരുതില്ലേ? അല്ല, ഇങ്ങനെയുള്ള ഫോട്ടോ കണ്ടാ അങ്ങനെയല്ലേ കരുതാ? റിലേറ്റീവ്സും നാട്ടുകാരും ഒക്കെ ഇത് കണ്ടാ ചിരിക്കില്ലേ? അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. വലിയ വീട്ടിലെ പെണ്ണല്ലേ ഇത് കരുതിയ എല്ലാം ക്ഷമിച്ചത്. പൂ കെട്ടുന്നവളോടൊപ്പം ചേർന്ന് അവൾ ഓരോ ദിവസം എന്നെ ചവിട്ടി താഴ്ത്തുക, അപമാനിക്കുക. വർഷയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആന്റി. ആ രേവതി ഇതിന് പിന്നിലുണ്ട്. അവള് വർഷയെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതാ ഇതൊക്കെ. ശരിയാ നീ പറഞ്ഞത്. രേവതി തന്നെ ഇതിന്റെ പിന്നില്. അവളുടെ താളത്തിനകത്ത് വർഷത്തുള്ളുക. എന്നെ അവൾക്ക് ഇപ്പൊ ഒരു പേടിയില്ല. എന്റെ തലയിൽ കയറി നിരങ്ങുക. രണ്ടിനെയും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇന്ന് ഞാൻ ഇതിനൊരു അവസാനം ഉണ്ടാക്കും. അല്ല, ആന്റി എന്താ ചെയ്യാൻ പോകുന്നേ? പറയാം, നീ എന്റെ കൂടെ ഒന്ന് വരണം. എവിടേക്ക് ആന്റി? എവിടേക്കാണെന്ന് അറിഞ്ഞാലും നീ വരും. നിനക്കും എന്നെ വിലയില്ലാതായോ? ഞാൻ പറഞ്ഞ അനുസരിക്കില്ലേ? എനിക്ക് ആന്റിയോടുള്ള സ്നേഹവും ബഹുമാനവും എന്നും ഉണ്ടാവും. അതൊരിക്കലും കുറയില്ല. ആന്റി പെട്ടെന്ന് റെഡി ആവാ. എവിടേക്കാണെങ്കിലും ഞാൻ വരാം. എന്താ എന്ത് പറ്റിയോ? ആന്റി നല്ല ദേഷ്യത്തിലും വിഷമത്തിലുവാ. എന്ത് പറ്റിയതാ? എല്ലാത്തിനും കാരണം ഒരാളാ. ആര്? രേവതിയോ? രേവതി മുന്നേ തുടങ്ങിയിരുന്നല്ലോ. ഇപ്പൊ വർഷം തുടങ്ങിയിട്ടുണ്ട്. ഓ, മനസ്സിലായി. ചന്ദ്രൻ, കുടിക്കാൻ ജ്യൂസ് എടുക്കട്ടെ? ആർക്ക് വേണം ജ്യൂസ്? എന്തൊരു ആട്ട അവള് കിടന്ന് ആടുന്നേ. അഹങ്കാരി. കണ്ടാ ഒരു കോമാളിയെ പോലെ അല്ലേ സുധി? അല്ലല്ല, അവളുടെ അമ്മായിമയല്ലേ ഞാൻ. അതിന്റെ ബഹുമാനം തരണ്ടേ? രേവതിയോ എനിക്ക് ബഹുമാനം തരുന്നില്ല.
ഇപ്പൊ അവളുടെ കൂടെ ചേർന്ന് ഈ പണക്കാരിയും എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നേ? ശ്രുതി മാത്രമേ എന്നെ ഒരു അമ്മായിമ്മയുടെ സ്ഥാനത്ത് കാണുന്നുള്ളൂ, ബഹുമാനിക്കുന്നുള്ളൂ. മറ്റു രണ്ടും കണക്കാ. ഇതെന്റെ അമ്മായിമ്മയല്ല, ഞാൻ എന്റെ അമ്മയുടെ സ്ഥാനത്താ കാണുന്നത്. കേട്ടല്ലോ അവള് പറഞ്ഞത്. ഇവള് ഞാൻ കാണിച്ചിരുന്ന മരുമകളല്ലേ, അതിന്റെ ഗുണം കാണുമല്ലോ. രണ്ടിനെയും നിലയ്ക്ക് നിർത്തിയേ പറ്റൂ. അവളുടെ ആട്ടം അവസാനിപ്പിക്കണം. നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ? പറയേണ്ടവരോട് പറഞ്ഞാ ഒതുക്കി നിർത്തിക്കോളും, വേണ്ടത് കൊടുത്തോളും. അതിനുവേണ്ടിയാ ഞാൻ ശ്രുതിയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. ആരോടാ നീ പറയാൻ പോകുന്നത്? അവരോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വരുമ്പോ കാണാം. ചന്ദ്രമതിക്ക് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. പറയാം, ഇരിക്കെ. നിന്റെ മകളെ പറ്റിയാ എനിക്ക് പറയാനുള്ളത്. വർഷയെ പറ്റി എന്ത് പറയാനാ? ഇങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത്. മുതിർന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കണ്ടേ? ചന്ദ്രമതി, നീ വിഷയം എന്താണെന്ന് പറ. ആന്റിയുടെ ഫോണിലെ ആ വർഷയുടെ സ്റ്റാറ്റസ് ഒന്ന് നോക്കിക്കേ, അപ്പ മനസ്സിലാവും കാര്യം. ചന്ദ്രേ, എന്താ ഇങ്ങനൊരു ഫോട്ടോ? നോക്കട്ടെ, ഇതെന്താ യക്ഷിയോ? വേണ്ടി പോരുത്. നിന്റെ മകള് കാണിച്ച പണിയുണ്ടോ? മൈദമാവില് കുളിച്ചു നിൽക്കുന്ന എന്റെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നു. അത് അവളൊരു തമാശക്ക് ചെയ്തതായിരിക്കും. ഇതാണോ തമാശ? സ്വന്തം അമ്മായിയമ്മയെ വീട്ടുകാർക്കും നാട്ടുകാർക്കും മുന്നിൽ നാണം കെടുത്തുന്നതാണോ തമാശ? ഇത് മാത്രമല്ല, വേറെയും കുറെ പറയാനുണ്ട്. എന്നെ ഇടിച്ച് താഴ്ത്തേയും പരിഹസിക്കുകയൊക്കെ ചെയ്യുമ്പോ അവക്കെന്തോ ഒരു സന്തോഷം കിട്ടുന്ന പോലെയാ. ശ്രുതിയോട് ചോദിച്ചു നോക്ക്. ആന്റി അവക്ക് ഒരു വിലയില്ല. രാത്രി പ്രേതത്തിന്റെ ശബ്ദം ഉണ്ടാക്കി ആന്റി പേടിപ്പിച്ചു. തറയിൽ എണ്ണ ഒഴിച്ച് ആന്റിയെ വീഴ്ത്തി. ഇപ്പതേ ഈ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ട് ആന്റിയെ നാണവും കെടുത്തി. അവൾ അങ്ങനൊന്നും ചെയ്യുന്ന ആളല്ലല്ലോ. ചിലരുടെ കൂടെ ചേർന്ന ഇതല്ല, ഇതിലപ്പുറം ചെയ്യും. ആരുടെ കാര്യമായി പറയുന്നേ? വീട്ടിലുണ്ടല്ലോ ഒരു പൂ കെട്ടുന്നവള്, രേവതി. അവളാ ഇപ്പൊ നിന്റെ മകളുടെ കൂട്ട്. രണ്ടുപേരും ചേർന്ന ഈ കളികളൊക്കെ കളിക്കുന്നത്. രേവതിയുടെ ബുദ്ധി അങ്ങനെയാ. കാരണം അവൾ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നവളാ. പക്ഷേ നിന്റെ മകൾ അങ്ങനെയല്ലല്ലോ, വലിയ വീട്ടിലെ പെണ്ണ്. അതിന് യോജിച്ച രീതിയിൽ പെരുമാറണമെന്ന് അവളെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണ്ടേ? അതെ, വർഷം ഞങ്ങളുടെ ഒരേ ഒരു മകളാ. ചെറിയ വയസ്സിൽ ഓമനിച്ച് വളർത്തി. അതാ. ആന്റി, വർഷം നല്ല കുട്ടിയാ. കുറച്ചു നാളായിട്ടാ ഇങ്ങനെ ഡിഫറന്റ് ആയിട്ട് പെരുമാറുന്നത്. ആന്റി പറയുന്നത് ഒന്നും അനുസരിക്കില്ല. ആന്റിയോട് എപ്പോഴും എതിർത്തേ സംസാരിക്കും. അവളുടെ ഇഷ്ടത്തിന് അവള് നടക്കും. എന്റെ മോനെ വില വെക്കുന്നില്ല. ശ്രീകാന്തിനെ വാടാ പോടാന്നൊക്കെയാ എല്ലാവരും മുന്നിൽ വെച്ച് വിളിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾക്കിടയിൽ ഇതൊക്കെ സാധാരണയല്ലേ? നോർമലാണ്. എന്ത് നോർമല്? എന്റെ മോനെ അവള് വേലക്കാരനാക്കി. ഞാൻ എന്തെങ്കിലും പറഞ്ഞ എന്റെ മെക്കിട്ട് കയറും. മര്യാദ എന്താണെന്ന് നിന്റെ മകൾക്ക് അറിയില്ല. എങ്ങനെ നടക്കണം, അമ്മായിയമ്മയോടും ഭർത്താവിനോടും ഒക്കെ എങ്ങനെ പെരുമാറണമെന്നൊക്കെ നീ നിന്റെ മകൾക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. അവളെ ഒന്ന് ഉപദേശിക്ക്. എന്നെ പോലെ തന്നെയല്ലേ അവൾക്ക് നീയും. നീ അവളോട് സംസാരിക്കേ, എന്നിട്ട് ഉപദേശിക്കേ. ഞാൻ പറയാൻ ചെന്നാലേ അവളെ എന്റെ മെക്കിട്ട് കയറും. ഞാൻ എന്തിനാ വെറുതെ നാണം കെടുത്തേ? നീയല്ലേ അവളുടെ അമ്മ, നീ സംസാരിക്കും അവളോട്. ഉപദേശിക്കാൻ ചെന്നാലേ നിന്നോട് പെരുമാറുന്ന പോലെ തന്നെയാ അവൾ എന്നോടും പെരുമാറുന്നത്. ഞാൻ പറഞ്ഞാലൊന്നും അവൾ കേൾക്കില്ല. അവൾ എന്നെ അപമാനിക്കും. ഞാനും നീയൊന്നേ അവൾക്ക് യാതൊരു വ്യത്യാസവും എന്നെ കൊണ്ട് അവളോട് സംസാരിക്കാൻ പറ്റില്ല. നിനക്ക് പറ്റില്ലെങ്കിൽ അവളുടെ ഹസ്ബൻഡിനോട് അവളോട് സംസാരിക്കാൻ പറ. ഞാനെന്തായാലും സംസാരിക്കില്ല. ഉപദേശിക്കണം പോലും. നിങ്ങളുമായി തെറ്റി അവൾ വീട്ടിലേക്ക് വരാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വിഷയം എങ്ങനെ വലുതാക്കണമെന്ന് എനിക്കറിയാം. ചന്ദ്രേ, നിന്റെ വീട്ടിലൊരു യുദ്ധം ഉണ്ടാക്കാൻ എനിക്ക് ഇത് മതി. എന്താ മധുവേട്ടാ? നീ പെട്ടെന്ന് വീട്ടിലേക്ക് വാ, ഒരു അത്യാവശ്യം. ചന്ദ്രമതിയുടെ വീട്ടില് പ്രശ്നം ഉണ്ടാക്കാനേ നമുക്ക് നല്ലൊരു വിഷയം കിട്ടിയിട്ടുണ്ട് മധുവേട്ടാ. അതിനായിട്ടേ ഞാൻ ഒരാളെ കാണാൻ പോവാ. നീ മഹിമയെ വിളിച്ചു വരുത്തിയത് വെറുതെ ആയല്ലോ ചന്ദ്രേ. ഇവളോട് പറഞ്ഞ ഇവള് വർഷയെ ഉപദേശിക്കും. വർഷ പിന്നെ രേവതിയോട് കൂട്ടുകൂടില്ല, രണ്ടും കൂടി തെറ്റു എന്നൊക്കെ കരുതിയാ അവളെ ഞാൻ വിളിച്ചു വരുത്തിയത്. അവൾക്ക് സ്വന്തം മകളോട് സംസാരിക്കാനേ പേടിയാ. അമ്മയും മോളും കണക്കാ, അഹങ്കാരികളും. ആന്റി, 1 മിനിറ്റ്, ഒരു ക്ലയന്റ് വിളിക്കുന്നുണ്ട്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? എന്നെ ഇങ്ങോട്ട് വിളിക്കരുത്, ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞതല്ലേ? അമ്മയല്ലേ? പിന്നാരാ? മനസ്സിലായി. അമ്മയ്ക്ക് എന്താ പറ്റിയത്? അയ്യോ, ഏത് ഹോസ്പിറ്റലാ? ഓക്കെ, ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ. ആന്റി, ഞാൻ പോവാണേ. അയ്യോ, നമുക്ക് ഒന്നിച്ചു പോവാം. എന്റെ പുറം വേദനിക്കുന്നു. നീ ഒന്ന് മസാജ് ചെയ്തതാ. മസാജ് ഒക്കെ പിന്നെ ചെയ്യാം. ക്ലയന്റ് വെയിറ്റിംഗാ, അതുകൊണ്ടാ ഞാൻ പോട്ടെ. ഇവിടെ എങ്ങോട്ടാ ഓടി പോകുന്നത്? വർഷയും മഹിമയൊക്കെ പോലത്തെ ഏതെങ്കിലും അഹങ്കാരി കൊച്ചമ്മമാർക്കായിരിക്കും മേക്കപ്പ് ചെയ്യേണ്ടത്. വിളിക്കുമ്പോ ചെന്നിലേക്ക് പിന്നെ ആ മുഖവും തലയൊന്നും ഇവൾക്ക് കിട്ടില്ല. അതാ ഓടിപ്പോയത്. ആ വർഷയുടെ അഹങ്കാരം നിർത്താൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. ഇപ്പൊ കട തുറക്കാറില്ലേ ചേച്ചി? ഇല്ല, കടയിൽ കച്ചവടം കുറവാ. ഇപ്പൊ ആവശ്യക്കാർക്ക് പോയി എത്തിച്ചു കൊടുക്കാറാ പതിവ്. ദാമേട്ടനോട് ഇതുപോലൊരു വണ്ടി വാങ്ങിച്ചു തരാൻ പറ. എല്ലാ ഭർത്താക്കന്മാരും സച്ചിയെ പോലല്ലോ. ആന്റിയോ, കുറച്ചായല്ലോ കണ്ടിട്ട്. സുഖാണ് ആന്റി? നീ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് സുഖമായി കഴിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആരാ രവതി വരെ? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, വർഷയുടെ അമ്മയാ. എന്റെ മോൾ ആ വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നത് നിനക്ക് ഇഷ്ടാവുന്നില്ലേ? നീ അവളെ ഇവിടെ ഓടിക്കാൻ നോക്കുകയാണോ? എന്തൊക്കെയാ ആന്റി പറയുന്നത്? എന്തിനാ ഇവിടെ വന്ന് എന്നോട് വെച്ച് വെക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ വീട്ടിലുള്ള ഒരു വർഷയെ വെറുക്കണം. അവളുടെ സ്വഭാവം മോശമാണെന്ന് പറയണം. അവൾക്ക് മോശം പേരുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അല്ല, ഞാൻ എന്ത് കാണിച്ചു? നീ ചുമ്മാ അഭിനയിക്കില്ലേ? ചന്ദ്രമതി എന്നോട് എല്ലാം പറഞ്ഞു. വർഷയെ കൂടെ കൂട്ടി നീ ആ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നീ അവളുടെ നല്ല ജീവിതം തൊലയ്ക്കോ? അമ്മ പറഞ്ഞതായിരിക്കും ഇതൊക്കെ അല്ലേ? എന്റെ ആന്റി, അമ്മ പറഞ്ഞ പോലെ ഒന്നും ഇല്ല. ആരുടെയും ജീവിതം തൊലച്ചു കളയാൻ നോക്കുന്നവളല്ല ഞാൻ. ഞാനും വർഷം ചേച്ചി അനിയത്തിയും പോലെയാ ആ വീട്ടിൽ കഴിയുന്നത്. ചേച്ചിയോ? നീ എന്റെ മോളുടെ ചേച്ചിയോ? അവളുടെ ചേച്ചി അവളുടെ യോഗ്യത ഉണ്ടോടി നിനക്ക്? അവളുടെ സ്റ്റാറ്റസ് എന്ത്, നിന്റെ സ്റ്റാറ്റസ് എന്ത്? എന്റെ സ്റ്റാറ്റസ് എന്താ കുറവ്? നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താന്നേ കുറെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മുമ്പ് കിട്ടിയതൊന്നും മറന്നിട്ടില്ലല്ലോ. ചുമ്മാ വഴക്കുണ്ടാക്കാതെ പോവാൻ നോക്ക്. നിന്നോട് പറയേണ്ടത് പറഞ്ഞിട്ട് ഞാൻ പോവും.